പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതവും കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നു. ഈ പ്രഭാതത്തിലും ദൈവിക പാദപീഠത്തിൽ പ്രഭാത ചിന്തയ്ക്കായി അവലോടെ കാത്തിരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ഈ പ്രഭാത ചിന്തയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 22-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വരെയുള്ള വാക്യങ്ങളെ മൊത്തം നമുക്ക് വിശകലനം ചെയ്ത് പഠിക്കുവാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ മൊത്തമുള്ള ആകത്തുകയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ പഠിച്ചു നിർത്തിയ ഭാഗം യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായി നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിൽ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നടത്തിയത് യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായിട്ട് നടക്കുന്ന സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന്, കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കുമെന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് മറ്റൊരു പദം, എൻ്റെ പേരെടുത്ത് വന്ന പലരെയും തെറ്റിക്കും എന്നൊരു പദമുണ്ട്. ഡിസീവ്, ചതിക്കുക, വഞ്ചിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായി ഇവിടെ നടക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, നമ്മെ ചതിക്കുന്ന, നമ്മെ വഞ്ചിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. ഇവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? ഇവരെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ് പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്. നാം കൃപാവരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ കൃപാവരങ്ങളിൽ നാം അതിപ്രധാനമായി ദൈവത്തിൽ നിന്നും പ്രാപിക്കേണ്ട ഒരു കൃപാവരമാണ് ഡിസേണിങ് സ്പിരിറ്റ് അഥവാ വിവേചനവരം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് ആ ശുശ്രൂഷകൾ നടത്തി തട്ടിപ്പുകൾ നടത്തുന്ന ധാരാളം കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. അവരിലുള്ള ആ ഉപദേശങ്ങളിൽ വഞ്ചിതരാകാതെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവവചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് അത് മനസ്സിലാക്കി മുന്നോട്ടോടുവാൻ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന്, കള്ളക്രിസ്തുക്കളാണ്. പലവിധമായ ഉപദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഒരു ഉപദേശം, നമ്മെ തെറ്റിച്ച് കളയുന്ന ഒരു ഉപദേശമാണ് ഏകത്വം, ഏകസത്യ ദൈവ വിശ്വാസം എന്ന് പറയുന്ന വൺനെസ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ വളരെ ശക്തമായി പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്ന പദം ഏക സത്യദൈവം, ഞാൻ തന്നെ ഏക സത്യദൈവം എന്നുള്ള പദമാണ്. എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ സർവശക്തനായ ദൈവം ആ ഒരു പദം പറയുവാൻ കാരണം? ഞാൻ ഏകൻ, ഞാൻ ഏക സത്യദൈവം എന്നുള്ള പദങ്ങൾ പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കറിയാം. സീനായുടെ കൊടുമുടിയിൽ വെച്ച് ദൈവം ഇസ്രായേലിന് കൽപ്പന കൊടുക്കുവാനായി മോശയെ കൊടുമുടിയിലേക്ക് വിളിച്ച് മോശയുടെ കയ്യിൽ ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ ആദ്യത്തെ കൽപ്പന, ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്ന പദമാണ്. അപ്പം ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഈ ഞാനല്ലാതെ എന്ന പദം സർവശക്തനായ ദൈവം അവിടെ ഉപയോഗിക്കുവാൻ കാരണം തന്നെ നമുക്കറിയാം. ആദാമിയ പരമ്പരയിൽപ്പെട്ട ആ തലമുറ പിന്നീട് വഷളത്വം പ്രവർത്തിക്കുന്നു, ദൈവ വഴി വിട്ടു പോകുന്നു, ബഹുദൈവ വിശ്വാസങ്ങൾക്ക് അവരധീനരായി തീരുന്നു. അങ്ങനെ ബഹുദൈവ വിശ്വാസങ്ങൾക്ക് അധീനരായി തീർന്ന ആ സാഹചര്യത്തിൽ ദൈവം അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്, ഞാൻ മാത്രമേ ദൈവമായിട്ടുള്ളൂ, ഞാൻ മാത്രമേ ദൈവമായിട്ടുള്ളൂ എന്ന് അവരെ അരക്കിട്ടുറപ്പിക്കുന്ന കാര്യമാണ് നാം അവിടെ കേൾക്കുന്നത്. അതിനെ പിടിച്ചുകൊണ്ട് നമ്മെ തെറ്റിക്കുന്ന, ഡിസീവ് ചെയ്യുന്ന, വഞ്ചിക്കുന്ന ഒരു കൂട്ടം സമൂഹം ഇന്ന് നമ്മുടെ നടുവിലുണ്ട്.
ബഹുദൈവ വിശ്വാസങ്ങളെയും ബഹുദൈവ ആചാരങ്ങളെയും കണ്ടിട്ട് ദൈവം പറയുകയാണ്, ഇവരാരുമല്ല, ഞാനാണ് സർവശക്തനായ ദൈവം. അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കാതുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല എന്ന് ദൈവം തന്നെ അരുളി ചെയ്തത് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. ആകയാൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം ഏകനെന്ന് പറയാൻ കാരണം ബഹുദൈവ വിശ്വാസങ്ങൾ ആ കാലഘട്ടത്തിൽ നിലവിൽ വന്നതുകൊണ്ടാണ്. അങ്ങനെ ബഹുദൈവ വിശ്വാസങ്ങളെ കണ്ടിട്ടാണ് ദൈവം പറയുന്നത്, ഞാൻ ഏകൻ, ഞാൻ മാത്രം എന്നുള്ള പദം അവിടെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് മത്തായി 24:6 യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും എന്നാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ 2 പ്രധാനപ്പെട്ട വിശ്വയുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞു. പിന്നീട് നാം കേൾക്കുന്നതെല്ലാം യുദ്ധശ്രുതികളും ചെറിയ ചെറിയ യുദ്ധങ്ങളുമാണ്. എന്നാൽ ഇനി ഒരു 3ാമത്തെ ലോകമഹായുദ്ധം ഈ ഭൂമിയിൽ നടക്കും. ആ 3ാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് ലോകരാജ്യങ്ങൾ മൊത്തം. ഈ 3ാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത മറ്റൊന്നുമല്ല, സകല രാജ്യങ്ങളും സകല രാഷ്ട്രങ്ങളും ഇസ്രായേലിന് എതിരായി നിൽക്കുന്ന ഒരു സമയമാണ്. നാം പാർക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോലും ഇസ്രായേലിന് എതിരായി നിൽക്കും. അങ്ങനെ ഇസ്രായേൽ ആ 3ാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെടും. അങ്ങനെ പരാജയം ഏറ്റുവാങ്ങുന്ന ഇസ്രായേലിനെ സഹായിപ്പാനായിട്ട് സാക്ഷാൽ സർവശക്തനായ ദൈവം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയാണ്. ആ സമയത്താണ് ക്രിസ്തുവിൻ്റെ പാദം ഒലിവുമലയിൽ ചവിട്ടുന്നത്. ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ഒലിവുമല 2ആയി പിളരുന്നു. അവിടെ ഒരു താഴ്വര ഉളവായി വരുന്നു. ആ താഴ്വരയുടെ പേരാണ് യഹോശാഫാത്ത് താഴ്വര. ഈ താഴ്വരയിൽ കർത്താവ് തൻ്റെ സിംഹാസനം വെക്കുകയാണ്. ആ സിംഹാസനത്തിൻ്റെ പേരാണ് തേജസ്സിൻ്റെ സിംഹാസനം. ആ തേജസ്സിൻ്റെ സിംഹാസനം യഹോശാഫാത്ത് താഴ്വരയിൽ വെക്കുന്നു. ആ യുദ്ധത്തിനാണ് ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ നടുവിൽ പരാജയം ഏറ്റുവാങ്ങിയ ഇസ്രായേലിനെ വിജയശ്രീലാളിതരാക്കുവാൻ, ഇസ്രായേലിൻ്റെ വിജയത്തിൻ്റെ ആ കൊടി പാർപ്പിക്കുവാൻ സർവശക്തനായ ദൈവം സാക്ഷാൽ ക്രിസ്തു ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ ലോകരാജ്യങ്ങൾ പരാജയപ്പെടുകയും ചെയ്യും. ഈ യുദ്ധത്തെയാണ് 3ാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി പറയുവാൻ സാധ്യമല്ല. കാരണം അത് എന്ന് നടക്കുമെന്ന് ബൈബിളിൻ്റെ അകത്ത് ഡേറ്റോ സമയമോ കാലങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം സുനിശ്ചിതമാണ്, അതിൻ്റെ ആരവാരങ്ങൾ അവിടെവിടങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഗാസ, ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം, ഉക്രൈനിൽ നാം കണ്ട യുദ്ധം എന്നുവേണ്ട പലയിടങ്ങളിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ കാതിൽ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തെ പ്രത്യാശ വർദ്ധിക്കണം. നമ്മുടെ അരുമനാഥനോട് ഒരു ദിവസം കൂടെ നാം അടുത്തു എന്ന് മനസ്സിലാക്കണം. പാട്ടുകാരൻ പാടുന്നത് പോലെ, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയനൻ നാടിനോട് ഏറ്റവും അടുത്തതായതെനിക്ക് എത്ര ആനന്ദം എന്ന് പാടുവാൻ പ്രാർത്ഥിപ്പാൻ കഴിവുള്ള ദൈവമക്കളാകട്ടെ ഞാനും നിങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാത ചിന്തയ്ക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ഇതിൻ്റെ തുടർഭാഗം നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് നിൻ്റെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജനത്തെയും നന്നായി അറിയുന്ന ദൈവമാകയാൽ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലായി വെളിപ്പെടണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.